ഇന്ത്യ മുന്നണിയിലെ കരുത്തുറ്റ വനിതാ നേതാവിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മാത്രമേ ബി.ജെ.പി. നേതാവിന് ഓർമ്മയുള്ളൂ. പിന്നീട് നടന്നത് കോടതിയുടെ ഇടപെടലായിരുന്നു. ഇതോടെ ജയിലിലായിരിക്കുകയാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ എച്ച് രാജ. 6 മാസത്തെ തടവ് ശിക്ഷയിൽ കുറഞ്ഞതൊന്നും ബി.ജെ.പിക്ക് ഇല്ല എന്നാണ്, നേതാവിനില്ല എന്നാണ് കോടതി വിധിച്ചത്. ജൂനിയർ ഇന്ദിര പാർലമെന്റിൽ കാലുകുത്തി സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭ സ്തംഭിപ്പിച്ചതൊക്കെ മുന്നിൽ നിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യ മുന്നണിയിലെ കരുത്തുറ്റ നേതാവായ കനിമൊഴിക്കെതിരെയാണ് ബി.ജെ.പി. നേതാവ് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞതിൽ ജയിലിലേക്ക് പോകാനിടയാകുന്നത്. മദ്രാസ് ഹൈക്കോടതി തടവ് ശിക്ഷ വിധിച്ചതും ഇതേ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. കനിമൊഴി കരുണാനിധിയുടെ അവിഹിത സന്തതി എന്നാണ് എച്ച് രാജയുടെ പരാമർശമാണ് കേസിനാസ്പദമായത്. മാധ്യമപ്രവർത്തകയുടെ കവിളിൽ തൊട്ട സംഭവത്തിൽ ഗവർണർ ബൻവാരിലാലിനെ പിന്തുണച്ചുകൊണ്ട് രാജ ട്വിറ്ററിലൂടെയാണ് കനിമൊഴിക്കെതിരെ പരാമർശവും നടത്തിയിരിക്കുന്നത്. ഗവർണറോട് ചോദിച്ച ചോദ്യം, അവിഹിത സന്തതിയെ രാജ്യസഭാ MP ആക്കിയ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമോ എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിയ ചോദ്യം. ഇല്ല, അവർ ചോദിക്കില്ല എന്ന ഉത്തരവും പറയുകയും ചെയ്യുന്നുണ്ട്. ചിദംബരം ഉദയകുമാറിന്റെ അണ്ണാനഗർ രമേശിന്റെയും പേരാമ്പലൂർ സാദിഖ് ബാദ്ഷായുടെയും ഓർമ്മകൾ മാധ്യമപ്രവർത്തകയെ ഭയപ്പെടുത്തുന്നു എന്നായിരുന്നു പോസ്റ്റ്. അണ്ണാമലയുടെ അഭാവത്തിൽ തമിഴ്നാട് ബി.ജെ.പി. നേതാവ് എച്ച് രാജ അധ്യക്ഷനായി 6 അംഗ സമിതിയുടെ കൺവീനർ കൂടിയായിരുന്നു ഇതേ രാജ. സംസ്ഥാനത്ത് പാർട്ടിയെ നയിക്കാൻ ഈ 6 അംഗ സമിതിയെ നിയമിച്ചതോ ജെ.പി. നദ്ദയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു മുഖ്യ നേതാവാണിപ്പോൾ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുന്നതും തടവറയിലേക്ക് പോകാൻ ഇടയാകുന്നതുമായ പരാമർശം നടത്തിയത്. അതുമാത്രവുമല്ല, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ചേരാത്ത ഒരു പദപ്രയോഗം കൂടിയാണ് ബി.ജെ.പി. നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന നിരീക്ഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ കനിമൊഴി ആഞ്ഞടിച്ചത്. പ്രിയങ്ക പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഒരു ചിന്തയുമില്ലാതെ ബി.ജെ.പി. നേതാവിന്റെ വളച്ചൊടിക്കലിനിട്ടാണിപ്പോൾ കോടതി കൊട്ടുകൊടുത്തിരിക്കുന്നത്.